ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പല പല ആർട്സുകൾ കാണാറുണ്ട്. ഇതേപോലെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്നും അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇന്ന എമൗണ്ട് കിട്ടും എന്നൊക്കെയാൽ. എക്സ്പെഷ്യലി ഇപ്പം റീസെൻ്റ്ലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ചിക്കൻ റോഡ് അതേപോലെ തന്നെ ഏവിയേറ്റർ ഇതുപോലുള്ള ഗെയിംസ് ഒക്കെയാണ്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ സത്യത്തിൽ വർക്കിംഗ് ആണോ അതോ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഉള്ള ഓരോ ആർട്സ് ആണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിലാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ എങ്ങനെയാണ് ഇത് ആൾക്കാർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ യൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ റോഡ് എന്നൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ എന്നൊരു ആപ്ലിക്കേഷൻ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഒരു ചിക്കൻ റോഡ് ഗെയിം പല വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷേ അതുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഭാരതത്തിൽ എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് സംഭവം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനകത്ത് എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിലായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഡൗൺലോഡ് ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിൻഡ് കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പല പല ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ടൈം പാസിന് കളിക്കാൻ പറ്റിയ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കളർ പ്രഡിക്ഷൻ ഗെയിം അതേപോലെ തന്നെ ഏവിയേറ്റർ, ചിക്കൻ റോഡ്, അതേപോലെ തന്നെ അതിൽ സഫാരി ഗെയിം, അങ്ങനെ പല പല ഗെയിംസാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലാണെങ്കിൽ നമ്മൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ചിക്കൻ റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ റോഡ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ആണെന്നുണ്ടെങ്കിൽ കുറേ കണ്ണങ്ങളുണ്ട്. അതിനകത്ത് ഓരോ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഗ്രില്ലുണ്ട്, ഇങ്ങനെ തീ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴിയുണ്ട്. അപ്പോൾ ഈ ഒരു കോഴിയാണ് ഇതിനെ മുന്നോട്ട് നമ്മൾ ചാടിച്ച് കൊണ്ടുകൊണ്ട് തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി എന്നുള്ളത് ഹാർഡ് കോർ ആക്കിയിട്ട് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ കണ്ണങ്ങൾ ചാടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഡബിൾ എമൗണ്ട് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളതിൽ ഹാർഡ് കോർ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ജമ്പ് കഴിയുമ്പോൾ തന്നെ അതിൽ ഏകദേശം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇരട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5, 10 അങ്ങനെ എമൗണ്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അതിൽ ചെറിയ എമൗണ്ട് മാത്രം വെച്ച് യൂസ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ വലിയ എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അതുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യുക, എന്നിട്ട് അതിന് പ്രോഫിറ്റ് നേടുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മൾ 100ലാണ് സ്റ്റാർട്ട്. നമ്മൾ 100 എമൗണ്ട് സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് നമുക്ക് അതിൽ പെട്ടെന്ന് തന്നെ ജയിക്കാനല്ലേ നമുക്ക് അതുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് മിനിമം പോക്കറ്റ് മണിയെങ്കിലും ഏൺ ചെയ്യാൻ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു ട്രിക്ക് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ടൈമിങ്. നമ്മൾ അതുണ്ടെങ്കിൽ ചാടുന്നതാണ് ആ ഒരു തീ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓൺ ദ സ്പോട്ട് ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡ്സ് വ്യത്യാസത്തിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ചാടുക. അപ്പോൾ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ചാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളത്തിൽ നിൽക്കാൻ പറ്റും. നമ്മൾ ആ ഒരു കോഴി അതിൽ കരിഞ്ഞു പോകത്തില്ല. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നെറ്റ് കണക്ഷൻ നല്ല രീതിയിൽ തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നെറ്റ് ലാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാടുന്ന സമയത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴി ചാടണം എന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ഇപ്പം ജസ്റ്റ് കാണിച്ചിട്ട് ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴിയുണ്ട്. അപ്പോൾ ഈ ഒരു കോഴി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ആ ഒരു കോഴി ഫസ്റ്റ് കോളത്തിലേക്ക് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് കോളത്തിൽ തീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ തീ വന്നു, നമ്മൾ ചാടി സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായാലും ഇനിയിപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇവിടെ ക്യാഷ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ക്യാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1.63 വെച്ചാൽ നമ്മൾ 100 വെച്ചുകൊണ്ട് ഇപ്പോൾ 63 നമുക്ക് എക്സ്ട്രാ നമുക്ക് രണ്ടാമത്തെ കോളത്തിലും ചാടാം. അപ്പോൾ നമ്മൾ തീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. രണ്ടാമത്തെ കോളത്തിൽ തീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചാടാം. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ തീ വന്നു, നമ്മൾ ചാടി കറക്റ്റ് ടൈമിൽ നിന്നാണ് നമ്മൾ ചാടി. അപ്പോൾ നമുക്ക് ഏകദേശം 280 ആയിട്ടാണ് നമുക്ക് 180 രൂപയുടെ എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് വിന്നുള്ള ആ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ആവുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിനകത്തുണ്ടെങ്കിൽ കുറേ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ എമൗണ്ട് ഏൺ ചെയ്തു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടല്ലോ ഗായ്സ്. അപ്പം ഇതിനകത്ത് നിങ്ങളിപ്പോൾ പരസ്യത്തിൽ കാണുന്ന സമയത്ത് അവർ സിമ്പിളായിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ കളിച്ച് എമൗണ്ട് ഏൺ ചെയ്യുന്നതൊക്കെ കാണും. പക്ഷേ അതിൻ്റെ റിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ ടൈമിലും ഇപ്പം ഞാൻ പറഞ്ഞ ട്രിക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ടൈമിങ് അതിനെ കറക്റ്റ് ആക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷനും അത് ചില സമയത്ത് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇപ്പം ചില സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ചിലപ്പോൾ അതുണ്ടെങ്കിൽ ഈ ഒരു കോഴി തീക്കകത്ത് പെട്ടും. അത് ഇവരുടെ ഈ ഗെയിമിൻ്റെ ഒരു ആൽഗോരിതം അവരാണ് സെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. നമുക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏണിങ്സ് നമുക്ക് കിട്ടും, ബാക്കി എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ലോസും വരുമല്ലേ. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് നിങ്ങൾ ലോസ് ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ അതിന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു പോക്കറ്റ് മണി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വലിയ കോടീശ്വരനാവാമെന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് ഒരു മെയിൻ ഇൻകം ഉണ്ട്, അതിനോട് സൈഡായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്താൽ മതി.
പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ നമുക്ക് റെഫർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 20 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 പേര് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 രൂപ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ വിഡ്രോ ചെയ്തെടുക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിംസ് കളിച്ചും അതുപോലെ റെഫർ ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ മോഡ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഇത്ര മാത്രമേ പറയാനാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.